വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനൊരു പഴയ കാലത്തിലേക്ക് പോയൊരു നിമിഷമാണ് ഇവിടെ നിന്നപ്പോൾ. ഞാൻ പണ്ട് എൻ്റെ കൊച്ചുനാളൊക്കെ വീട്ടിൽ നമ്മൾ വിളക്ക് കത്തിക്കുന്നൊരു സ്വഭാവം ഞാനായിരുന്നു എനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചൊരു വിളക്ക്, അങ്ങനെ ആ വിളക്ക് കത്തിച്ചൊരു ഓർമ്മയിലുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു വിളക്കിലെ വേദിയുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞൊരു ദൈവം തെളിച്ച് ഒരു ഇത്. ആ വിളക്കൊക്കെ ഇത്രയും വളർന്നെന്നുള്ള നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അതിന് നമുക്ക് എത്ര കൊടുത്താലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ സ്നേഹമാണ്. പിന്നെ നമ്മളിങ്ങനെ വേദികളൊന്നും സംസാരിച്ചുള്ള പരിചയം ഞങ്ങൾക്ക് 3 പേർക്കും ഇല്ല. സുജിത്ത് നിങ്ങളെ രാത്രി ഇന്ന് പഠിച്ചിട്ട് വന്നേ, അത് അത്രയും വെച്ച് കീച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയൊന്നും പറയത്തൊന്നുമില്ല. പിന്നെ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള സ്നേഹാശ്രമങ്ങളാണ്. കാരണം ഇവിടെയുള്ള സ്നേഹം, വീടുകളിലൊന്നും സ്നേഹമൊന്നുമില്ല. എല്ലാവരും ഫോണിലും മറ്റു പല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് യാത്രയിലാണ്. ഇവിടുന്ന് ആരാണ് ഞങ്ങളെ കോള് വിളിച്ചത് ഇപ്പോഴും അറിയില്ല. വിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം സമയമില്ലായിരുന്നു, സത്യത്തിൽ സമയമില്ലായിരുന്നു ഒരു സംഭവം പറഞ്ഞപ്പോൾ. പിന്നെ ഇതുപോലെ സ്നേഹാശ്രമമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ എത്താം എന്ന് പറഞ്ഞത്. കാരണം ഇന്ന് രാവിലെ 11 മണിക്ക് റാന്നിയിൽ ഒരു ആദവിന് പങ്കെടുത്ത് ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് പോകേണ്ടതാണ് ഒരു സിനിമയുടെ വർക്കുമായിട്ട്. അപ്പം ഞങ്ങളത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം എല്ലാവരുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. ഇപ്പം ഇവിടെ വന്ന അമ്മച്ചിയൊക്കെ വന്നപ്പോൾ പൊടിയ കൊച്ചട്ടാ വാണിജ ടീച്ചർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട്. വാണിജ ടീച്ചർ എന്നത് തിരക്കരുത്, അതിൻ്റെ ആളുകളായിരിക്കില്ല. പുള്ളികളെ തിരക്കില്ലാതെ വാണിജ ടീച്ചർ എഴുതിയെന്നൊക്കെ ഉള്ളത്. അടുത്ത എപ്പിസോഡിൽ വാണിജ ടീച്ചർ വരുത്തും എന്നാണ് അല്ലേ. പിന്നെ സുജിത്ത് പാട്ട് പാടും. ഹരിക്കോട്ടം പാടില്ലേ? എനിക്കിത് ചൊല്ലി അന്നത് വശമല്ലേ, പാട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതൊക്കെ ഞാൻ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന ഈ നല്ല നിമിഷം എന്നും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും. ഇനിയും ഇവിടെയുള്ള ചടങ്ങുകളിൽ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ 3 പേരും വന്നിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാകണം. വാക്കുകൾ നന്ദി, നമസ്കാരം. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയങ്കരികളായ അമ്മമാരെ, പിതാക്കന്മാരെ, കൊച്ചുകുട്ടികളെ, ആദ്യം തന്നെ എൻ്റെ നമസ്കാരം. ഇവിടെ ഈ ഒരു വേദി എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വേദിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്കെൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് തോന്നുന്നത്. ഇവിടുത്തെ ഈ ഇവിടെ ഒരു സാറ് പറയുകയുണ്ടായി, ഈ ഒരു ഗാന്ധി ഭവന് കെട്ടാൻ വേണ്ടി വസ്തു സ്വന്തം പൈസയ്ക്ക് 10-20 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത് ഇവിടെ സമർപ്പിച്ചത് അതിൻ്റെ ചെയർമാൻ സാറാണ്. അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ആൾക്കാരുടെ സഹായം മറ്റു രീതിയിലായാലും ഉണ്ടാകുന്നുണ്ട്, ഇനി ഉണ്ടാകണം എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതൊക്കെ ഉണ്ടായാലേ ഈ ഒരു സംരംഭം മുൻപോട്ട് പോവുള്ളൂ. നമ്മുടെ സ്നേഹനദികളായ അച്ഛനമ്മമാരെ നോക്കാൻ വേണ്ടി എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമം തന്നെ വേണമെന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഐറ്റം വേറെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, ഫ്ലവേഴ്സ് ടിവിയിലെ ഒരു പ്രോഗ്രാം, കോമഡി പ്രോഗ്രാമാണ്. അത് കണ്ട് ഏറെ സന്തോഷത്തോടെ ഞങ്ങളെ ഇവിടെ ക്ഷണിച്ച ഇതിൻ്റെ പ്രവർത്തകരോട് തന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും ഞങ്ങൾക്ക് ഇവിടെ എത്താൻ സാധിക്കട്ടെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതുപോലെ
കോമഡികൾ ഞങ്ങളോർക്ക് ഈ പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് അവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ചിന്ത. പക്ഷേ ഏറ്റവും കൂടുതലും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതും പ്രോത്സാഹനം ചെയ്യുന്നതും ഇതുപോലുള്ള അമ്മമാരും കൊച്ചുകുട്ടികളുമാണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനിയും അവർക്കെന്നല്ല ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു കോമഡി ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ മനസ്സിൽ. അതിനുള്ള ശക്തിയും ബലവും ഊർജവും എല്ലാം ഇതുപോലുള്ള അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെയാണ്. തുടർന്നും ഞങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ശക്തിയും ബലവും ഒക്കെ ജഗദീശ്വരൻ തരട്ടെ. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇങ്ങനെയൊക്കെ ബേസിട്ട് പറയാനൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനൊരു യോഗത്തിൽ പങ്കെടുത്തൊന്നും നമുക്ക് പരിചയമില്ല. ആ മുഖ്യ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ഇന്നാള്, അതിന്നത് ആ സംഭവം നമുക്കറിയാത്തത് കൊണ്ട് എല്ലാവരോടും ആദ്യം ഒരു സ്നേഹം, സന്തോഷം അറിയുകയാണ്. പിന്നെ ഞങ്ങൾ വലിയ കരുതലില്ല ഇവിടെ വന്ന് കിടപ്പോൾ വലിയ സംഭവങ്ങളൊക്കെ പറയണം എന്നുള്ളൊരു സന്തോഷത്തിലാണ് വന്നത്. ഇവിടെ വേറെ മൈൻഡായിപ്പോയി. അതിൻ്റെ ഇവിടെ കിടന്ന് ആദ്യം അതിനെ കണ്ടി അമ്മയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇവരെല്ലാം കണ്ടപ്പോഴേ നമ്മുടെ കണ്ണ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ 3 പേരും ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ കോമഡിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ, നമ്മുടെ നാട്ടുഭാഷയിലാണ് ഞങ്ങൾ കോമഡികളൊക്കെ ചെയ്യുന്നത്. യാതൊരു വിധമായ ഡബിൾ മീനിങ്ങോ ദ്വയാർത്ഥങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടെ ഒത്തൊരുമിച്ചിരുന്ന് നമ്മുടെ കോമഡി കാണണം. ആ രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിന് ഞങ്ങൾ കഴിവതും ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമ്മളെ ഏതൊരു ആഘോഷമോ പരിപാടികളുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കറക്റ്റ് ഇവിടെ വന്നിരിക്കും. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങളൊക്കെ നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ പ്രായമുള്ളവർ, അച്ഛനമ്മമാർ എല്ലാവരും. പിന്നെ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റിൽ കിട്ടിയ ഒരു ചുക്ക് കാപ്പി സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി, അത് നല്ലതായിരുന്നു. പിന്നെ ഇടയ്ക്ക് കോമഡിക്ക് അനുജ ടീച്ചർ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞാൽ അത് സാധനം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് പറഞ്ഞ 2 പാട്ട് ഞാൻ പാടാം. അവൻ പാടിയിട്ടുള്ളൂ, അതെങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നോക്കണം. അത് കൊള്ളാമെങ്കിൽ പിന്നെ ഞാൻ പാടണം. പിന്നെ അടുത്ത വർഷം ഇവിടെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചോണ്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കണം. സമയമുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കും. ഇത് വലിയൊരു വേദിയായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാനൊക്കെ നമ്മളെ ക്ഷണിച്ചതൊക്കെ വളരെ സന്തോഷം. ഇതിൻ്റെ ഭാരവാഹികളോടും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടും, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹം, നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരദ ടീച്ചറെ, ഒരു ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതമുണ്ടല്ലോ. ഇത് വേണ്ട, ടീച്ചർ പറയുക ചരിഞ്ഞിരിക്കുന്നതൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല. പിന്നെ നമ്മുടെ ഒരു അമ്മൂമ്മയുണ്ട്, പൊടിയും കൊച്ചാളിൻ്റെ. ഫോൺ എടുത്തു കഴിഞ്ഞാൽ പൊടിയും കൊച്ചാളിനെ വിളിക്കും. ഹലോ പൊടിയും കൊച്ചാടാ തുറക്ക. അങ്ങനെ അമ്മൂമ്മയുണ്ട് നമുക്ക്. പിന്നെ ഞാനൊരു 2 പാട്ട് പാടാം. നമ്മൾ TV കാണുന്ന പോലെ അല്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ദൈവപുത്രനും വീതിയൊരുക്കുവാൻ സ്നാപകയോടൻ വന്നു. ദൈവപുത്രനും വീതിയൊരുക്കുവാൻ സ്നാപകയോടൻ വന്നു. 1000 ആശംബഹീനരെ സ്നാനജ്ഞാനം ചെയ്യിച്ചു. ദൈവപുത്രനും വീതിയൊരുക്കുവാൻ സ്നാപകയോടൻ വന്നു. ആ സ്നാപകന്റെ സ്വരക്കേട്ടുണർന്നു ജോർദാൻ നദിയുടെ തീരം. ആ സ്നാപകന്റെ സ്വരക്കേട്ടുണർന്നു ജോർദാൻ നദിയുടെ തീരം.
ചക്രവാളം തൊട്ടു ചക്രവാളം വരെ ശബ്ദക്കോടും കാറ്റുയർന്നോ എന്നും ശബ്ദക്കോടും കാറ്റുയർന്നോ ദൈവപുത്രനും വീതി ഒരുക്കുവാൻ സ്നാപകയോഗന്നാൻ വന്നു ആ കൊടും കാറ്റിൻ ചിറകടി കേൾക്കാത്ത ചക്രവർത്തി പദമില്ല ആ കൊടും കാറ്റിൽ ഇളകി തെറിക്കാത്ത രത്നസിംഹാസനമില്ല യോഹന്നാന്റെ ശിരസറുത്തന്നൊരു മോഹിനിയാട്ടം നടത്തി ദൈവപുത്രനു വീതിയൊരുക്കുവാൻ സ്നാപകയോഗന്നാൻ വന്നു ആയിരം ആയിരം ആശ്രംഭഹീനരെ സ്നാനം ചെയ്യിച്ചു ദൈവപുത്രനു വീതിയൊരുക്കുവാൻ സ്നാപകയോഗന്നാൻ വന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായിക നീ എന്നനുരാഗ തപോവന സീമയിൽ എന്നനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസിനി ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധ നീലിമ മിഴികളിലോറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദു ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി ഇത്രയും അരുണിമ നിൻ കവിളി എത്ര സന്ധ്യകൾ ചാലിച്ചു ചാത്തി ഇത്രയും അരുണിമ നിൻ കവിളി എത്ര സമുദ്ര ഹൃദന്തം ചാത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധ നീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൻ സ്വപ്നബിന്ദു ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. എന്താ കഴിഞ്ഞിരിക്കട്ടെ. ഓക്കെ, എല്ലാവരും ഒരുപാട് സന്തോഷം. നന്ദി. ഉള്ളിൽ പൊൻപ്രഭതൂം
എന്നും ആ പൊൻതിരിനാളം നിന്നും തെളിയട്ടെ ഉള്ളിൽ. താമസിനെ അകറ്റി തിന്മയകറ്റി നന്മതൻ ദീപങ്ങൾ തെളിയട്ടെ.